ഹൈ ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. സോ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് വരുന്നുണ്ട്. നിഫ്റ്റിയിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച ഏരിയയിലാണ് ട്രേഡ് വരുന്നത്. ഇവിടെ കാണാം 24,596.45 നമുക്ക് ട്രേഡ് വരുന്നത്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് 24,600 ആണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചത്, പുട്ട് ഓപ്ഷൻ. സോ അതിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ട്രേഡിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എമർജ് ആയിട്ടുണ്ട്. സോ എമർജിലാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്. നോക്കാം, അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ടാപ്പ് ചെയ്തില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 30 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നാണ് ഡേ 1. സോ അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, എത്ര ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, എത്രയാണ് ലോട്ട് സൈസ് എത്രയാണ്, അതേപോലെ അതിലെന്തൊക്കെ റൂൾസാണ് ഞാൻ ട്രേഡിങ്ങിൽ ഫോളോ ചെയ്യുന്നത്, പെർ ഡേ എത്ര ട്രേഡ്, അങ്ങനെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. സോ ആ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എൻട്രി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അവിടെ റണ്ണിങ് ആണ്, ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ SL ഓർഡർ ഇവിടെ കാണാം. അതേപോലെ അത് പെൻഡിങ് ആയിട്ടുള്ളതാണ്. ഇനി എക്സിക്യൂട്ടഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ബൈ എടുത്ത് ബൈ ഓർഡറും കാണാൻ പറ്റും. ഓക്കെ, സോ ഓർഡർ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി 650 ക്വാണ്ടിറ്റിയാണ്, 10 ലോട്ടാണ്. അതിന് ചലഞ്ച് തുടങ്ങുന്നതുകൊണ്ട് കൂട്ടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഓക്കെ, സോ എന്തായാലും 650 ആണ് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്, 10 ലോട്ടായിരിക്കും ഉണ്ടാവും. ഓക്കെ, സോ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ എൻട്രി പ്രൈസ് എത്രയായിരുന്നു? എൻട്രി നമുക്ക് കിട്ടിയത് 63.27 63.27. ഓക്കെ, എൻട്രി ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കിട്ടിയത്. ആ ഒരു ക്യാൻഡലിൻ്റെ ടിപ്പാണ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലിപ്പോൾ 30 പോയിൻറ്റ്സ് കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. 30 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം പ്രീമിയം വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ടാണ്. ഭയങ്കര കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ തന്നെ 1:45 ആയിട്ടുണ്ട്. ഇത്രയും ലേറ്റായിട്ടാണ് ഇന്നൊരു എൻട്രി കിട്ടിയത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് നമുക്ക് തൊട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ വെക്കാം. അത്യാവശ്യം നല്ലൊരു ഫാൾ വരാനുള്ളൊരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ മേലുള്ള ഒരുപാട് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇതുവരെയുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര കൺസോൾട്ടേഷനാണ്. ഒരു ഓപ്ഷൻ ബയ്യർക്ക് പറ്റിയൊരു മാർക്കറ്റ് അല്ല. സോ ടാർഗറ്റ് തൊട്ടടുത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. തൊട്ടടുത്ത് ഈ ഒരു ലെവലുണ്ട്, അതിൻ്റെ അടിയിൽ ചെറിയൊരു ലെവലും കൂടെ ഉണ്ട്. നമുക്ക് നോക്കി വെക്കാം. മാർക്കറ്റ് വരുന്നതനുസരിച്ചിട്ട് അവിടെ എത്തുന്ന സമയത്ത് എക്സിറ്റ് പ്ലാൻ ചെയ്യാം. ഏതായാലും ഫസ്റ്റ് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ഇതാണ്, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രേഡ് ഇവിടെ റണ്ണിങ് ആണ്, എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. 30 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അത്രയും ഹ്യൂജ് മൊമെൻ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് 30 പോയിൻറ്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ 1:2, 1:3 ആ റേഞ്ചിലൊക്കെ 1:3 ഒക്കെ എന്തായാലും കിട്ടാൻ മതിയോ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ലിക്വിഡിറ്റി ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ബട്ട് അവിടുന്ന് എക്സിറ്റ് ആയില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് 24,562.7 എന്ന് പറഞ്ഞ ലെവലിലാണ്. അതിന് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ്, മീൻസ് നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ആണ്. സോ അവിടെയാണ്
എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. സമയം ഒരുപാടായിട്ടുണ്ട്, 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ എമർജ് കുറച്ചൊന്ന് യൂസ് ചെയ്ത് റെഡിയായി വരണം. 10,192 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഓവറോൾ 10,000 രൂപയാണ് ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. എൻട്രി എടുത്തതിന് ശേഷം ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ടാർഗറ്റ് ഓർഡേഴ്സൊക്കെ എടുക്കും. ഓക്കെ, എക്സിക്യൂട്ടഡ്. നമ്മൾ എൻട്രി പ്രൈസ് നോക്കുകയാണല്ലോ, എക്സിറ്റ് പ്രൈസ് 78.95 ആണ്. 78.95 എന്ന് പറയുമ്പം 78.9 ഓക്കെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. സോ ഓൾമോസ്റ്റ് 15 പോയിൻറ്റ്സ് ആണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. 2.69 1:2 1:3 അടുത്താണ് നമുക്ക് ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് കിട്ടിയത്. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രീൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാടായിട്ടുണ്ട്. ഇപ്പം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ആ ടൈമിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ്. പ്രോപ്പർ ടാർഗറ്റ് അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ മാർക്കറ്റിൻ്റെ ടൈമിലേക്ക് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എൻട്രി ടൈം ഒന്ന് നോക്കുകയാണെങ്കിൽ 13:42 15:09 ഓൾമോസ്റ്റ് 1 മണിക്കൂറും 1.5 മണിക്കൂറിനടുത്ത് ട്രേഡ് ഉണ്ടായിരുന്നു. അത്രയും 1:15 വരെ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടിയത്. അത്രയും നേരം രാവിലെയൊക്കെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് ഒറ്റ ട്രേഡും കിട്ടിയില്ല. ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് ഒരു ട്രേഡ് കിട്ടിയത്. ആ ട്രേഡാണെങ്കിൽ ട്രേഡ് എടുത്തതിന് ശേഷം ടാർഗറ്റ് ടെസ്റ്റിൽ അടിക്കാതെ കുറേ നേരം കളിച്ച് വന്നിട്ടാണ് പിന്നെ ടാർഗറ്റിലേക്ക് വന്നത്. അങ്ങനെ ഇന്നത്തെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒറ്റ ട്രേഡ് മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. 10,000 റുപ്പീസ് അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ കാണിച്ചതാണ്. പെൻഡിങ് എക്സിക്യൂട്ടഡ് എല്ലാം കാണിച്ചാണ്. സോ ഇനി നമുക്ക് ചാലഞ്ചിൻ്റെ ഡീറ്റെയിൽസിൽ പോകാം. ചാലഞ്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. എത്ര ക്യാപിറ്റലാണ്, ലോട്ട് സൈസ്, പിന്നെ ജേണൽ എഴുതുന്നുണ്ട്, ജേണൽ ഏതൊക്കെ രീതിയിൽ എഴുതുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ചാലഞ്ചിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 lakh ക്യാപിറ്റൽ വെച്ചിട്ടാണ്. 2 lakhs ആയിരിക്കും ചാലഞ്ചിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റൽ. ഫ്ലാറ്റ് ട്രേഡിലേക്ക് ആഡ് ചെയ്തത് 2 lakh റുപ്പീസാണ് ഇവിടെ കാണാം. ഇന്ന് രാവിലെ ഞാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് 2 lakh റുപ്പീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിലിപ്പം കറണ്ട് മാർജിൻ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 2 lakhിനും കുറച്ച് കുറവാണ്. അതെന്തുകൊണ്ടാണ് കുറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് എടുത്ത ഒരു ട്രേഡിൻ്റെ ബ്രോക്കറേജ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണിത്. ബ്രോക്കറേജ് അല്ല, അതിൻ്റെ കുറച്ച് ടാക്സും കാര്യങ്ങളൊക്കെ വരില്ല, ചാർജസ്. ആ ചാർജസ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഈ കാണുന്നത്. സോ ആ ചാർജസ് സ്പോട്ടിൽ തന്നെ കുറയും. നമ്മൾ ട്രേഡ് എടുത്ത സ്പോട്ടിൽ തന്നെ ആ ചാർജസ് കുറയും. പക്ഷേ പ്രോഫിറ്റ് സ്പോട്ടിൽ ആഡ് ആവില്ല. ലോസ് ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പ്രോഫിറ്റ് പെട്ടെന്ന് ആഡ് ആവില്ല. പ്രോഫിറ്റ് പിറ്റേന്ന് ആഡ് ആവുള്ളൂ. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ നോക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ട്രേഡിൽ ഈ എമൗണ്ട് കൂടിയിട്ടുണ്ടാവും 2 lakhിലേക്ക്. സോ 2 lakh 10,000 ആയിട്ടുണ്ടാവും. 2 lakh 10,000 അല്ലെങ്കിൽ 9,000 റേഞ്ചിലായിരിക്കും പ്രോഫിറ്റ് നാളത്തേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ അതാണ് ക്യാപിറ്റലിൻ്റെ കാര്യം. പിന്നെ ക്യാപിറ്റൽ ശരിക്കും 2 lakh അല്ല എൻ്റെ ക്യാപിറ്റൽ, ശരിക്കും 4 lakhs ആണ്. 2 lakhs ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ ഫ്ലാറ്റ് ട്രേഡിലേക്ക്. കാരണം ഡിപ്ലോയ് ചെയ്യാൻ 2 lakh മതി. 2 lakh വേണ്ട, അതിലും കുറവ് മതി. ബട്ട് ശരിക്കും പക്ഷേ അത് വെച്ച് നമ്മൾ ഒരിക്കലും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് റിസർവ് ഫണ്ട് എന്തായാലും വേണം. സോ റിസർവ് ഫണ്ട് എനിക്കുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ 2 lakhs കൂടെ ഉണ്ട്. സോ ടോട്ടൽ 4 lakhs ആണ്. പക്ഷേ ഞാൻ കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാം ഈ ചാലഞ്ചിൽ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് 2 lakhs വെച്ചിട്ടായിരിക്കും. ഓക്കെ, കാരണം 2 lakhs ആണ് ഇതിൽ ഫ്ലാറ്റ് ട്രേഡിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. കാരണം ഡിപ്ലോയ് ചെയ്യാൻ അത്ര മതി. ഓക്കെ, സോ ക്യാപിറ്റലിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇനി ലോട്ട് സൈസ് പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് 30 ആണ്. 30 ദിവസമായിരിക്കും ഉണ്ടാവുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 3-ാം തീയതി ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണെന്ന്. സോ 3rd സ്റ്റാർട്ട് ചെയ്തിട്ട് 30 days എന്ന് പറയുമ്പം ഒരു വീക്കിൽ 5 ദിവസമായിരിക്കും ട്രേഡിംഗ് ഉണ്ടാവുക. 5 × 6 സെപ്റ്റംബർ 11th നമ്മൾ ചാലഞ്ച് ഫിനിഷ് ആവുക. സോ 6 weeks × 5 days ടോട്ടൽ 30 days ആണ് നമ്മുടെ ചാലഞ്ച്. സോ 11-ാം തീയതി നമ്മളെ ചലഞ്ച് കഴിയും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഓണം വരുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സോ 11-ാം തീയതി ആയിരിക്കും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവാം. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു? ക്വാണ്ടിറ്റി 10 ലോട്ടാണ് ഞാൻ എടുക്കുന്നത്. 10 ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. സോ 10 ലോട്ട് എന്ന് പറയുമ്പോൾ 650 ക്വാണ്ടിറ്റി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ 2 lakhs ആണ്. 30 days ആയിരിക്കും ചലഞ്ച് ഉണ്ടാവുക. പിന്നെ ക്വാണ്ടിറ്റി 10 lots ആണ്, അല്ലെങ്കിൽ 650 ക്വാണ്ടിറ്റിയാണ്.
പെർ ഡേ മാക്സിമം 5 ട്രേഡ്സ് ആണ്. പെർ ഡേ മാക്സിമം ട്രേഡ്സ് ഞാൻ അങ്ങനെ വെക്കാറില്ല നോർമലി. എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറ്. എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ഒരു ചലഞ്ചായിട്ട് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് വെച്ചെന്നുള്ളൂ. എനിക്കങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഇത്ര ട്രേഡ് എടുക്കുക എന്നുള്ളൊരു റൂൾ വെച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ ആവശ്യമില്ലാത്ത ട്രേഡ് എടുക്കുക, ഓവർ ട്രേഡ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പ്രോപ്പറായിട്ടുള്ള എൻട്രി വരുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ 2 ട്രേഡ് ആണെങ്കിലും 3, 4, 5, 6, 7 എത്ര എണ്ണം വന്നാലും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. ബട്ട് ഇതൊരു ചലഞ്ചായിട്ട് ചെയ്യുന്നതുകൊണ്ട് വെറുതെ ഒരു റൂളായിട്ട് എഴുതി വെച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നല്ലൊരു ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ ട്രേഡ് ചെയ്യൂല. അത് ഞാനൊരു റൂളായിട്ട് എഴുതുന്നില്ല. കാരണം റയർ കേസിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. നല്ലൊരു ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ റയർ കേസിൽ മാത്രം വീണ്ടും ട്രേഡ് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 99% കേസിലും നല്ലൊരു ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ട്രേഡ് നിർത്തും. ചിലപ്പോൾ സെക്കൻഡ് ട്രേഡോ തേർഡ് ട്രേഡോ ഫോർത്തോ ഏതെങ്കിലും ഒരു ട്രേഡ് പ്രോപ്പർ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ട്രേഡ് എടുക്കില്ല. പക്ഷേ ഞാൻ റൂളായിട്ട് എഴുതാത്തത് ഇതുകൊണ്ടാണ്. അത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യില്ല. ചിലപ്പം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ ഒരു ടാർഗറ്റ് അടിച്ചാലും എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ജേണൽ എഴുതുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ജേണൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജേണൽ എഴുതാറുള്ളത്. പിന്നെ റിമാർക്ക് പറഞ്ഞിട്ടൊരു കോളം കൂടെ ഉണ്ടാവില്ല, എന്തെങ്കിലും എഴുതിയേക്കാളുള്ളത്. ഞാൻ ഇപ്പം ജേണൽ എഴുതുന്നില്ല, ഞാൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കലാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ. സോ ഡേറ്റ് നമുക്ക് ഇന്നത്തെ ഡേറ്റ് 3 ഓഗസ്റ്റ് 2026. ഓക്കെ, സീരിയൽ നമ്പർ ഫസ്റ്റ് വൺ. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷമുള്ള ഫസ്റ്റ് ട്രേഡാണിത്. സോ നമ്പർ 1. പിന്നെ സ്ട്രൈക്ക് നമ്മളെടുത്തത് 24,600 പുട്ട് ഓപ്ഷനാണ്. 24,600 പുട്ട് ഓപ്ഷൻ. ഇനി എൻട്രിയിലും എക്സിറ്റിലും നമുക്ക് വേണമെങ്കിൽ പ്രൈസ് എഴുതാം, അതല്ലാതെ ടൈം എഴുതാം, രണ്ടും എഴുതാം. ഞാൻ എഴുതാൻ പോകുന്നത് ടൈമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് എഴുതിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല നമുക്ക് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ടൈം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 13:42 എഴുതിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ടൈം നോക്കി കഴിഞ്ഞാൽ ഇവിടെ എൻട്രീൻ്റെ എക്സിറ്റിൻ്റെ ടൈം കിട്ടും. ആ ടൈം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ പോയിട്ട് 13:42 ക്യാൻഡിൽ എവിടെയാണ് നോക്കി നോക്കാം. അങ്ങനെ അത് നോക്കിയാൽ നമുക്ക് കിട്ടും ഈ ഇന്ന ഏരിയയിലാണ് നമ്മൾ ആ ദിവസം ട്രേഡ് എടുത്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് എഴുതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യം, കാരണം നിഫ്റ്റിൻ്റെ ചാർട്ടിൽ മറ്റേതിൻ്റെ പ്രൈസ് എഴുതിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഓപ്ഷൻസിൻ്റെ ചാർട്ടാണെങ്കിൽ അപ്പം പോയി ഓരോ ആഴ്ച കഴിയുമ്പം പോവുകയും ചെയ്യും. സോ ടൈം എഴുതുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമ്മുടെ ടൈം 13:42 ട്രേഡ് വന്നത്. 13:42. ഇനി എക്സിറ്റ് വന്നത് 15:09. 3 മണിക്ക് എക്സിറ്റ് ചെയ്തില്ല. 3 മണി ആയതിനു ശേഷം കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് 3:09 ആയപ്പോഴാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ഓക്കെ, 15. ഓക്കെ, ഇനി പി എൻ എൽ 10,192. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പി എൻ എൽ എത്ര നോക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മളെ ഇതിൽ 2 lakhsലേക്ക് പ്രോഫിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ചലഞ്ച് കഴിയുന്ന സമയത്ത് 2 lakhsലേക്ക് എത്ര ആഡ് ആയിട്ടുണ്ടല്ലേ, അതിന് ലോസ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപ പോയിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ടും അതേപോലെ ഇതിൽ വരുന്ന ടോട്ടൽ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടോട്ടൽ ബ്രോക്കറേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കറേജ് അല്ല, എത്ര ടോട്ടൽ ചാർജസ്, ബ്രോക്കറേജിൽ 0 ആണ്. സോ എത്ര ചാർജ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ, വേറെ ഒന്നും എഴുതാനില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്. പിന്നെ ഇനി ഇവിടെ ക്യാപിറ്റൽ പി എൻ എൽ എമൗണ്ട് ഉണ്ട്, അതായത് ഇതുവരെയുള്ള ടോട്ടൽ പി എൻ എൽ ഇതുവരെ ഉള്ളത് 10, ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. 10,192 പി എൻ എൽ പെർസെൻറ്റേജ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 4 lakh ആണ് ശരിക്കും. പക്ഷെ ഞാൻ ഫ്ലാറ്റ് ട്രേഡിൽ ഡിപ്ലോയ് ചെയ്യാൻ ആവശ്യമുള്ള ക്യാപിറ്റൽ മാത്രമേ ആഡ് ആയിട്ടുള്ളൂ, അതാണ് 2 lakhs. ഈ ചലഞ്ചിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് 2 lakhs വെച്ചിട്ടായിരിക്കും. കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ 2 lakhs വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. ബട്ട് ആക്ച്വലി ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് 4 lakhs ആയിരിക്കും. ഓക്കെ, 10,192 ഡിവൈഡ് ബൈ 2.
5.096 ആണ് നമ്മളെ പ്രോഫിറ്റ്. സോ ഇതിപ്പം റണ്ണിങ് പ്രോഫിറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഇതിന് നാളെ ലോസ് ആണെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ആഡ് ചെയ്യും. അതോടെ നോക്കിയാൽ ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ അത്രയാണ് ജേണലിൻ്റെ കാര്യങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഓരോ ദിവസം വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എത്ര ട്രേഡ് വരുന്നുണ്ട്, എത്ര കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് നോക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഓപ്പണായിട്ട് കാണിക്കുന്നതായിരിക്കും. എൻ്റെ ക്യാപിറ്റലും അതേപോലെ PNL-ഉം പ്രോഫിറ്റും ലോസും ഓവറോൾ PNL-ഉം അതേപോലെ ജേണലും അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുള്ളൊരു ചലഞ്ച് ആയിരിക്കും. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തിരുന്നു. എൻ്റെ ചാനലിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ മതിയാവും. സോ അന്ന് ഇപ്പോൾ ഇത് കുറേ കഴിഞ്ഞാൽ നിർത്തിയൊരു ചലഞ്ചാണ്. അപ്പോൾ വീണ്ടും അന്ന് 100 days ഒക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ 30 days ആണ്. സോ ഫസ്റ്റ് 30 days ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര ഹൈ ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നത്, 650 ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത്. ഓവർ ട്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഡീപ്പ് OTM-ൽ 650 എല്ലായാലും എത്രയോ കൂടുതലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രോപ്പർ റൂൾസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നിമാരി ചെയ്യുന്നതാണ്. എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ ചെറിയ പ്രീമിയം ആയിരിക്കില്ല, അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണം എടുക്കാൻ പറ്റും. അതല്ലാതെ പ്രോപ്പറായിട്ട് ചെറിയ ലോട്ടിൽ നിന്ന് സ്കെയിലപ്പ് ചെയ്ത് 1 ലോട്ട് 2 ലോട്ട് 3 ലോട്ട് 4 ലോട്ട് അങ്ങനെ ചെയ്ത് പ്രോപ്പറായിട്ട് സ്കെയിലപ്പ് ചെയ്ത് വന്നിട്ട് 10 ലോട്ട് അല്ലെങ്കിൽ 650 ക്വാണ്ടിറ്റി എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എത്തുന്നത്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് മന്താണ്, ഫസ്റ്റ് ഡേ ആണ് 650 വെച്ചിട്ട് എടുത്തത്. ആ ട്രേഡാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ട്രേഡ്. അതിൽ ഫസ്റ്റ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് പറഞ്ഞാൽ ശരിക്കും കറക്റ്റ് ടാർഗറ്റ് ആയില്ല. 1:5 ആണ് എൻ്റെ നോർമൽ ടാർഗറ്റ് ഉണ്ടാവല്. 1:5 എന്ന് പറഞ്ഞാൽ ശരിക്കും ടാർഗറ്റ് വരിക ശരിക്കും ടാർഗറ്റ് വരിക 1:5 30 ക്വാണ്ടിറ്റി 650 നമ്പേഴ്സാണ്, ക്വാണ്ടിറ്റിയാണ് ഇൻറ്റു 1:5 ആണെങ്കിൽ 30 പോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. 30 നോക്കുകയാണെങ്കിൽ 19,500 ആയിരിക്കും ഒരു പ്രോപ്പർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. 19,500 ആയിരിക്കും ഒരു പ്രോപ്പർ 1:5 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി SL ആണെന്നുണ്ടെങ്കിൽ 650 ഇൻറ്റു 6 6 പോയിൻ്റാണ് എല്ലാ ട്രേഡിലും SL വെക്കൽ. സോ 3,900. അതിൽ കുറച്ച് ബ്രോക്കറേജും വരും, അല്ല കുറച്ച് ചാർജസ് വരും. സോ 4,000 ആയിരിക്കും ആവറേജ് ഉണ്ടാവുക. തൽക്കാലം ഇവിടെ നമുക്ക് 3,900 തന്നെ എഴുതാം. ഓക്കെ, സോ ലോസ് ഒരു ട്രേഡ് SL അടിക്കുകയാണെങ്കിൽ ഏത് ട്രേഡ് ആയാലും 3,900 തന്നെ ആയിരിക്കും വരിക. അതിൽ യാതൊരു വ്യത്യാസമില്ല. മീൻസ് ബ്രോക്കറേജ് ഉണ്ടാവും, അല്ല ബ്രോക്കറേജ് അല്ല ടാക്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ചെറിയ ഇതുണ്ടാവും. പിന്നെ ലോസ് വരുന്ന സമയത്ത് കറക്റ്റ് 3,900 ആയിരിക്കില്ല, കാരണം ചെറിയ സ്ലിപ്പേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 6 പോയിൻ്റ് ആയിരിക്കും കറക്റ്റ് എല്ലാ ട്രേഡിലും വെക്കുക. ടാർഗറ്റ് പല രീതിയിലും മാറാം. ഇന്നിപ്പം 10,000 ആണ് കിട്ടിയത്. 1:5 ഇല്ല, 1:5 കുറവാണ്. ചില സമയത്ത് 1:5 ആയിരിക്കും, ചില സമയത്ത് 1:5 കൂടുതൽ കിട്ടാം, അല്ലെ 1:3 4 10 15 ഒക്കെ കിട്ടിയ ടൈമൊക്കെ ഉണ്ട്. സോ അങ്ങനെ പല രീതിയിലും ടാർഗറ്റ് ചെയ്യാം. എന്നാലും ഒരു ആവറേജ് 1:5 ആയിരിക്കും ഞാൻ എയിം ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, സോ അത്തരം കാര്യങ്ങളാണ് ഡീറ്റെയിൽസ് ചലഞ്ചിൻ്റെ. അപ്പോൾ ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ഡേ. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിന്, ചലഞ്ചിന്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതേ റൂൾസ് വെക്കാഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എഴുതി വെക്കുക. നിങ്ങൾ ഇമോഷൻ കണ്ട പെർ ഡേ വേണമെങ്കിൽ ഒരു ട്രേഡ് ആക്കിയാൽ പെർ ഡേ 1 ട്രേഡ് എന്നുള്ള രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ പെർ ഡേ 2 ട്രേഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ ഒരു ട്രേഡിൽ ക്യാപിറ്റലിൻ്റെ എത്ര % മാത്രം ലോസ് വരും ആ രീതിയിൽ അങ്ങനെ ഓരോ റൂൾസ് നിങ്ങളെ ഇമോഷൻസിനനുസരിച്ചിട്ടും നിങ്ങളെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടും റൂൾസ് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.